ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഓൾറെഡി ബോട്ടിങ്ങിന് പോയ വീഡിയോസൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബോട്ടിങ് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഗെയിംസ് എന്തെങ്കിലുമൊക്കെ നമുക്ക് കളിക്കാം. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ബാഡ്മിൻ്റൺ ആണ്. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ബാഡ്മിൻ്റൺ കളിച്ചത്. അത് ചെയ്ത് വയർത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടെ മോഹിനിയാട്ടം ഉണ്ടായിരുന്നു. അത് ഒത്തിരി നന്നായിരുന്നു. അത് കുറച്ച് നേരം കണ്ടു. അപ്പോഴേക്കും നന്നായി വിശന്നു. ഞങ്ങൾ ബുഫേ ആയതുകൊണ്ട് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. കുറേ സാലഡ്സ് ഉണ്ടായിരുന്നു, ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. നമ്മുടെ മെയിനായിട്ട് സൗത്ത് ഇന്ത്യൻ ഫുഡ് ഉണ്ടാവും, കുറച്ച് നോർത്ത് ഇന്ത്യൻ ഫുഡ് ഉണ്ടാവും, പിന്നെ കോണ്ടിനെന്റൽ പോലെ എന്തെങ്കിലും ഉണ്ടായിരിക്കും. എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യണമല്ലോ. പലതരം അച്ചാറുകൾ ഉണ്ടായിരുന്നു. ഇവരുടെ അച്ചാറൊക്കെ ഒത്തിരി നല്ലതായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ റൈസ് ഐറ്റംസ് ഉണ്ടായിരുന്നു, പാസ്ത ഉണ്ടായിരുന്നു, എല്ലാതരം ടൈപ്പ് ഫുഡും ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ മധുരം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് എൻ്റെ ശ്രദ്ധ എപ്പോഴും ഡിസേർട്ട് സെഷനിലോട്ടായിരിക്കും. ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. കേക്ക് ഉണ്ടായിരുന്നു, ബക്ലാവ വരെ ഉണ്ടായിരുന്നു. എപ്പോഴും ഇന്ത്യൻ സ്വീറ്റ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു വെസ്റ്റേൺ ടൈപ്പ് ഓഫ് സ്വീറ്റ്സ് ഉണ്ടാവും. അങ്ങനെയാണ് ഉണ്ടാവാറ്. അങ്ങനെ അന്നത്തെ ദിവസത്തെ ഡിന്നറൊക്കെ കഴിച്ചിട്ട് നാളെയായി. പിറ്റേ ദിവസം രാവിലെ നേരത്തെ തന്നെ എണീറ്റു. വേഗം ചെക്കൗട്ട് ചെയ്യണം, കാരണം നേരത്തെ ഞങ്ങൾക്ക് പോകണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെക്കൗട്ട് ചെയ്യണോണ്ട് വേഗം എണീറ്റ് വേഗം പെട്ടിയൊക്കെ പാക്ക് ചെയ്തു. അതുപോലെ തന്നെ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും പോകണം. അപ്പോൾ അതുകൊണ്ട് അധികം സമയമില്ല. ഞാൻ ഡിന്നറൊക്കെ നന്നായി ഹെവി ആയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് അത്ര ഹെവി ആയിട്ട് കഴിക്കാൻ താല്പര്യമില്ല. പക്ഷേ ബുഫേ ഓൾറെഡി ഓർഡർ ചെയ്തതിൻ്റെ ഒരു പാക്കേജ് എടുത്തതുകൊണ്ട് എന്തായാലും ബുഫേ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കുമ്പോഴാണ് ജ്യൂസ് ഉണ്ടായിരുന്നു, അതുപോലെ മിൽക്ക് ഷേക്ക് ഉണ്ടായിരുന്നു. കൂടുതലും സൗത്ത് ഇന്ത്യൻ ഫുഡായിരുന്നു കൂടുതൽ. എപ്പോഴും ദോശ, ഇഡ്ഡലി ഇതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള കുറച്ച് വിഭവങ്ങളും കൂടി ഉണ്ടായിരുന്നു. പൂരിയൊക്കെ ഉണ്ടായിരുന്നു, ചന മസാല അങ്ങനത്തെയൊക്കെ. പിന്നെ കോണ്ടിനെന്റൽ ആയിട്ടുള്ളത് എഗ്, സോസേജ്, ബീൻസ് അങ്ങനത്തെ ഉണ്ടായിരുന്നു. പിന്നെ ബ്രെഡ്, അതുപോലെ തന്നെ ബ്രെഡ് ജാം അതൊക്കെ ഉണ്ടായിരുന്നു. കുറേ യോഗേർട്സ് ഉണ്ടായിരുന്നു, ഫ്ലേവേർഡ് ആയിട്ടുള്ള യോഗേർട്സ്. അതൊക്കെ മോൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അതുപോലെ രാവിലെ ആണെങ്കിലും അവർ പലതരത്തിൽ ബ്രെഡുകളുണ്ട്, ക്രൊസാൻഡ് ഉണ്ടായിരുന്നു, അതുപോലെ കുറച്ച് സ്വീറ്റ്സ് ആയിട്ടുള്ള മഫിൻസും കപ്പ് കേക്ക്സും ഒക്കെ ഉണ്ടായിരുന്നു. വളരെ സന്തോഷത്തിലെല്ലാം കഴിച്ചു. എനിക്ക് പറ്റുന്ന പോലെ കഴിച്ചു. അങ്ങനെ അവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്തായിരുന്നു. കൂടുതൽ വിശേഷങ്ങളായിട്ട് വീഡിയോയിൽ കാണുന്നവരെ ബായ്.